നമ്മളിന്ന് ഉരുളൻകിഴങ്ങ് ബാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉരുളൻകിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വെള്ളം വേവാൻ ആവശ്യത്തിനായിട്ട് വെള്ളം ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ അതിലോട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പും ചേർത്തു. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മളുടെ ഉരുളൻകിഴങ്ങ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചും കൂടി എടുക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കണുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇതാ കുത്തി ഉടച്ചെടുത്തു. ഇനി നമുക്കൊരു പാൻ വെച്ചു, അതൊന്ന് ചൂടായി വന്നു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് നുള്ള് കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വന്നു. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് ചുവന്ന മുളക് ഇട്ടുകൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇട്ടുകൊടുത്തു. പിന്നെ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് അതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതിലോട്ട് സവാള ഇട്ടെടുത്തു. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനെന്താ നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റി വന്നു. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച നമ്മളുടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ടെടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്തിരുന്നു സവാളയിൽ. അപ്പോൾ ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അതിനിത് നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനതാ വേവിച്ചെടുത്തു. അങ്ങനെ നമ്മളുടെ ഉരുളൻകിഴങ്ങ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൂരിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.